ചിരിക്കും സന്തോഷത്തിനും വേണ്ടി മാത്രമായി ഇനി ഒരു മണിക്കൂർ കോമഡി സൂപ്പർ നൈറ്റിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ചിരിയുടെ ഈ അരങ്ങിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സുരാജേട്ടനെ. നമസ്തേ, എല്ലാവർക്കും സുഖമാണല്ലോ? അശ്വതിക്കോ? സുഖം ചേട്ടാ. ശരി, എന്നാ പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഗസ്റ്റ് ആരാണ്? ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് സീരിയലിൽ നിന്നും മലയാളത്തിന്റെ ബിഗ് സ്ക്രീനിലെത്തി മലയാളി പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രിയങ്കരിയായി മാറിയ ഒരാളാണ്. സിനിമയിലായാലും സീരിയലിലായാലും വ്യത്യസ്തമായ കഥാപാത്രം ചെയ്ത് മലയാളികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ ആ താരത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ സ്വന്തം സോന നായർ. നമസ്തേ സോന നായർ. ഹലോ. ശരിക്കും സോന നായർ പച്ച പിടിച്ചു അല്ലേ? ഇപ്പോഴാണോ പച്ച പിടിച്ചത്? അങ്ങനെ പച്ച പിടിച്ചു വരുന്നു. ഒരു കുടയും കുഞ്ഞു പെങ്ങളും, അതിലാണ് തുടക്കം അല്ലേ? അതിവിടെ എല്ലാവർക്കും അറിയാം. അതിന്റെ പുതിയ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത് പഴയ വിശേഷത്തിൽ, പഴയ വിശേഷം പുതിയ ഇതുവരെ പറയാത്ത എന്തെങ്കിലും? അത് ആക്ച്വലി 91-ലായിരുന്നു ഒരു കൂടെയും കുഞ്ഞുപെങ്ങളും. അത് അന്ന് ദൂരദർശൻ മാത്രമായിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. 13 എപ്പിസോഡിൽ ഒരു സീരിയൽ തീർന്നിരുന്ന ഒരു കാലം. അതെ, ഇന്ന് അന്നൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു എപ്പിസോഡായിരുന്നു. ഇന്ന് എല്ലാ ആഴ്ചയിലും സീരിയലുണ്ട് അല്ലെ? സീരിയൽ കാരണം നിന്ന് തിരിയാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ സീരിയലാണ് കോമഡി. കാര്യം ഒരു വീട്ടിൽ തന്നെ ആരെല്ലാം കയറി ഇരിക്കുന്നല്ലേ. സോന നായരുടെ ഒരു പാട്ട് കേട്ടതിന് ശേഷം അടുത്ത വിശേഷത്തിലേക്ക് പോകാം. കാരണം തൂവൽ കൊട്ടാരത്തിന്റെ വിശേഷം നമുക്ക് എല്ലാവർക്കും അറിഞ്ഞേ പറ്റൂ. അത് ആദ്യ സിനിമയാണ്. കാരണം സീരിയലിൽ നിന്ന് നേരെ പോയത് ആ സിനിമയ്ക്കാണ്. അപ്പൊ അതിന്റെ വ്യത്യാസവും അതിന്റെ ആ സുഖവും സന്തോഷവും എല്ലാം പങ്കിടണം. ആദ്യം ഒരു പാട്ട്. ഏത് പാട്ട് പാടും? ഒരു തമിഴായല്ലോ. തമിഴ്, യെസ്. കുയില് കരിങ്കുയില് മാമൻ മനക്കുയില് കോലം പോടും പാട്ടാലേ മയില് ഇളമയില് മാമൻ കവിക്കുയില് രാഗം പാടും കേട്ടാലേ സീതി சொல்லும் പാട്ടാലേ ഉന്നേ എണ്ണിനാനേ ഉള്ളം വാടിപ്പോ കണ്ണും രണ്ടും മൂടലേ കാലം നേരം കൂടലേ ഒരു സനം തൂങ്ങിരിച്ച് ഊതക്കാറ്റും മടിച്ചിരിച്ച് പാവി മനം തൂങ്ങലേ അതും ഏനോ പുരിയലേ. സത്യം, നല്ല ശബ്ദം. പിന്നെ സംഗതി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. താങ്ക് യു. സോന നായരുടെ ഒരു പാട്ട് കേട്ടതിന് ശേഷം അടുത്ത വിശേഷത്തിലേക്ക് പോകാം. കാരണം തൂവൽ കൊട്ടാരത്തിന്റെ വിശേഷം നമുക്ക് എല്ലാവർക്കും അറിഞ്ഞേ പറ്റൂ. അത് ആദ്യ സിനിമയാണ്. സീരിയലിൽ നിന്ന് നേരെ പോയത് ആ സിനിമയ്ക്കാണ്. അപ്പൊ അതിന്റെ വ്യത്യാസവും അതിന്റെ ആ സുഖവും സന്തോഷവും എല്ലാം പങ്കിടണം. ആദ്യം ഒരു പാട്ട്. ഏത് പാട്ട് പാടും? താങ്ക് യു.
അപ്പൊ തൂവൽ കൊട്ടാരമായിരുന്നു സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത തൂവൽ കൊട്ടാരമായിരുന്നു ആദ്യത്തെ സിനിമ ബിഗ് സ്ക്രീനിലേക്കുള്ള എൻട്രി. എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും എന്റെ ആദ്യത്തെ സിനിമ TP ബാലഗോപാലൻ എമ്മയാണ്. അതായത് അതാണ്. 85-ല് ഞങ്ങളുടെ സ്കൂളിൽ അല്ലുതുമാൻ സ്കൂളിലായിരുന്നു അതിന്റെ ഷൂട്ട്. അപ്പൊ ഞാൻ ആ സ്കൂളില് പ്രെയർ കൊയറിലുണ്ട്. പഠിക്കാൻ പോകണ അല്ലല്ല, പാടാൻ വേണ്ടി മാത്രം. മാത്രം. അപ്പം അന്ന് അവിടെ ഷൂട്ട് വന്ന സമയത്ത് അസംബ്ലി ഞങ്ങൾ ആ ഫിലിമിൽ ഷൂട്ടുണ്ട്. അപ്പം ശരിക്കും സത്യം പറഞ്ഞാൽ ലാലേട്ടനെയും ശോഭന ചേച്ചിയും മാത്രമേ അറിയുള്ളൂ. അന്ന് ഞാൻ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അന്ന് ഇതെല്ലാം ഞാൻ പറയേണ്ടതാ. എനിക്കുള്ള കൗണ്ടർ എല്ലാം അതിൽ കയറി പറയും. അത് കൗണ്ടർ പറയാതെ ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും അവിടെ വന്നപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ സത്യനന്ദിക്കാട് ആരാണെന്ന് എനിക്കറിയില്ല. ഒരു ഡയറക്ടറാണ്, അറിയാം. വിപിൻ മോഹൻ എന്നെ ശരിക്കും ആദ്യമായിട്ട് ക്യാമറ വെച്ചത് വിപിൻ മോഹൻ സാറായിരുന്നു. അത് അറിഞ്ഞോ അറിയാതെയോ ആ സിനിമയിൽ എത്തപ്പെട്ടു എന്നുള്ളതാണ്. അത് എൻ്റെ നിയോഗം. എനിക്ക് തോന്നുന്നു അതൊരു വലിയ രാശിയായിരിക്കാം. സത്യനന്ദിക്കാട് സാറിൻ്റെ വിപിൻ മോഹൻ്റെയും ഛായാഗ്രഹണത്തിൽ കൂടെ ഒരു സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ അത് ഈ ഒരു അവസ്ഥയിൽ ഫ്ലവേഴ്സിൻ്റെ ഈ ഒരു വേദിയിൽ വരെ എന്നെ കൊണ്ടെത്തിക്കുന്ന അവസ്ഥയിലേക്ക് എന്നെ വളർത്തി. അത് മഹാഭാഗ്യം. അതായിരുന്നു ഞാൻ സിനിമ എന്താണ് എന്ന് അറിയാതെ ചെയ്ത സിനിമ അറിഞ്ഞിട്ട് ശേഷം തൂവൽ കൊട്ടാരമായിരുന്നു. അപ്പൊ മഞ്ജു വാര്യറിന്റെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് മൂവിയാണെന്ന് തോന്നുന്നു. അപ്പൊ മഞ്ജുവിന്റെ കസിൻ ആയിട്ടാണ്. ഒരു കൊട്ടാരത്തിലെ ഒരു തമ്പുരാട്ടി കുട്ടി എന്നുള്ളതാണ്. ഹേമ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു. ഒരുപാട് 100-ഓളം ചിത്രങ്ങൾ ചെയ്തു. ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് ഉദയൻ ചേട്ടനുമായിട്ട് കണക്ഷൻ ആവുന്നത്? ഉദയനമ്പാടി ക്യാമറമാനാണ്, ഇദ്ദേഹത്തിന്റെ ഭർത്താവാണ്. ഉദയനമ്പാടി 96-ലാണ് കാണുന്നത്. ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം ക്യാമറയാണ്, ഞാൻ അതിനകത്ത് മെയിൻ കാസ്റ്റ് ആയിരുന്നു. പക്ഷെ എന്തോ ഞങ്ങളുടെ യോഗമാണ്, എന്തോ മഹാഭാഗ്യത്തിന് ആ ഷൂട്ട് നടന്നില്ല. അപ്പൊ നടക്കാത്തതിന് പ്രൊഡ്യൂസറിന്റെ പ്രോബ്ലം, പ്രൊഡ്യൂസറിന് ഇച്ചിരി പ്രോബ്ലം, ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നിട്ട് ഷൂട്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ഞങ്ങളുടെ പ്രണയം അങ്ങോട്ട് തുടങ്ങി. ഷൂട്ട് തീർന്നപ്പോഴേക്കും മൊത്തം സെറ്റ് സൈലന്റ് ആണ്. എല്ലാവരും പ്രൊഡ്യൂസർ ഇപ്പം പൈസ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റിംഗിലായിരുന്നു. ഷൂട്ടിംഗ് കുറെ കഴിഞ്ഞതിന് ശേഷം, കുറച്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പോഴേക്കും പിന്നെ നമുക്ക് ഷൂട്ടുള്ള സമയത്ത് നമ്മൾ ഭയങ്കര വർക്കഹോളിക് ആയിട്ടിരിക്കുന്ന സമയത്ത് ആരും തമ്മിൽ നമുക്ക് കൂടുതൽ ഇടപെടാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. ഭയങ്കര തിരക്കായിരിക്കുമല്ലേ. എല്ലാം അങ്ങോട്ട് ഫ്രീ ആയി, മഴ അങ്ങോട്ട് തോർന്നപ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് ഇഷ്ടം പോലെ സമയം കിട്ടി. അപ്പൊ പ്രൊഡ്യൂസർ പൈസയും കൊണ്ട് വരുന്നത് വരെ നമ്മളിങ്ങനെ വെയിറ്റിംഗിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ കഥ പറഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് പ്രണയത്തിലേക്ക് വരുന്നത്. ഒരു സീരിയലിൽ നിൽക്കാൻ വേണ്ടി ആരും പ്രാർത്ഥിക്കരുത്. കാര്യം നിന്ന് കഴിഞ്ഞാൽ പ്രണയം സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്കും. അങ്ങനെയായിരുന്നു കല്യാണം. അത് കല്യാണത്തിലേക്ക് നയിച്ചു. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, നമ്മുടെ യുവാക്കളെ ഹരം പിടിപ്പിച്ച കിടിലൊരു വേഷം. ഇപ്പോൾ തൂവൽ കൊട്ടാരത്തിൽ തുടങ്ങി ഒരുപാട് സിനിമ അഭിനയിച്ചു. അതില് നമ്മുടെ കുന്നുമ്മേൽ ശാന്തയെ നമുക്ക് യുവാക്കൾക്ക് ആർക്കും മറക്കരുത്. നോക്കാം, എല്ലാം ചാടി വീണ് കയ്യടിയാ. ശരിക്കും അതിന്റെ കഥ കേട്ടപ്പോ തന്നെ എന്ത് തോന്നി? കഥ കേട്ടപ്പോ ആക്ച്വലി ഒരു പ്രോസ്റ്റൂണിന്റെ ക്യാരക്ടർ ആയിരുന്നല്ലോ അത്. അപ്പൊ എനിക്ക് എന്നെ ആദ്യം ഇങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോ തന്നെ രഞ്ജന വിളിച്ച് സംസാരിച്ചപ്പോ തന്നെ ഇങ്ങനെ ഒരു പ്രോസ്റ്റൂണിന്റെ ക്യാരക്ടറോ ഞാനോ എന്നൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. എനിക്കോ എന്നൊക്കെ ഉള്ളതായിരുന്നു. പറഞ്ഞു ജോഷി സാറിന്റെ പടമാണ് സോന ഇത്, അപ്പം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഉഗ്രം ക്യാരക്ടർ, ലാലേട്ടൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ശരിക്കും അങ്ങനെ ഒരു സംഭവത്തിലൊക്കെ ആ സിനിമ, പിന്നെ ഞാൻ അത് ജോഷി സാറിന്റെ ഇത്രയും മഹാനായ ഒരു ഡയറക്ടറിന്റെ ഒരു സിനിമ ആകുമ്പോൾ അത് ഒരിക്കലും മോശമാവില്ല. ശരിക്കും. അപ്പൊ വീണ്ടും ചോദിക്കുകയാണ്, നമ്മുടെ അന്യഭാഷാ ചിത്രത്തിൽ ഏതൊക്കെ അഭിനയിച്ചു? ഞാൻ തെലുഗു, ഹിന്ദി, തമിഴ് ഒക്കെ ചെയ്തു. ഹിന്ദി അതാണ് നമ്മള് തെലുങ്ക്, തമിഴ്, കന്നഡ ഇതൊക്കെ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള മിക്ക അഭിനയിക്കാറുള്ളതാണ്. മലയാളത്തിൽ നിന്ന് വളരെ റയർ ആർട്ടിസ്റ്റുകളാണ് ഹിന്ദിയിൽ അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രിയൻ ചേട്ടന്റെ സിനിമ. ഹിന്ദി നമ്മൾ മലയാളം പോലെ ഫ്ലുവന്റ് അല്ല, ബട്ട് എനിക്ക് സംസാരിക്കാം ഞാൻ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് പെട്ടെന്ന്
അച്ചബട കൊൺഹേ ഹമാരെ അങ്ങനെയൊന്നും ഇല്ലെന്ന്. അങ്ങനെ എന്റെ നാട്ടിലൊക്കെ പിള്ളേർ പറഞ്ഞോണ്ട് നടക്കുന്ന ചേട്ടാ എനിക്ക് ഹിന്ദി അറിയാം. അച്ചബട കൊൺഹേ ഹമാരെ കേൾക്കുന്നില്ല. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഇങ്ങോട്ട് വന്നത് കുറേ ചിരിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഓക്കെ തന്നു കഴിഞ്ഞു. നമ്മുടെ തൽക്കാലം guest അവിടെ ലേക്ക് ഇരിക്കാം. അപ്പോഴത്തേനും ഇവിടെ ചിരിയുടെ പൂരം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു. എന്റെ പരിപാടിക്കുള്ള സാധനങ്ങൾ തരരുത്. എന്റെ പരിപാടിക്കുള്ള സാധനങ്ങൾ തരരുത്. എന്താണ് എന്റെ പരിപാടി? എന്റെ ഭാര്യയുടെ അച്ഛനൊന്നും ഞാൻ നോക്കില്ല. എന്റെ പരിപാടിക്കുള്ള സാധനങ്ങൾ തരരുത്. ഭാര്യയുടെ എന്നെ അച്ഛാന്ന് വിളിക്കരുത് നീ. നിന്നെ കണ്ണുപെട്ടത് നിങ്ങൾ കേൾക്കണം. എന്റെ സുന്ദരിയായ മോളെ കെട്ടിയവൻ 2 കൊച്ചുകളുണ്ട്. ചെലവിന് കൊടുക്കില്ല. ഒരു ജോലിക്ക് പോലെ കറങ്ങി നടക്കാണ് നീ. എന്റെ മോക്ക് നിന്നെ വേണം ഇറങ്ങണം. എന്റെ പരിപാടിക്കുള്ള സാധനങ്ങൾ തരരുത്. നീ വിലപിടിപ്പ് ഇതിനകത്ത് എന്തുണ്ടാ വില? കുറെ കീറിയ ഷർട്ടും കുറെ പാറ്റാക്കുളി. എടാ ഈ പാറ്റാക്കുളി വാരത്തുനിന്ന് ചാവടാ പോയി ചാവ്. പിന്നെ പാറ്റാക്കുളി എന്നിട്ട് പാറ്റ ചാവില്ല. പിന്നെ ഞാൻ നിങ്ങൾ കൂടുതൽ ഇങ്ങനെ സംസാരിക്കരുത്. ഞാൻ നിങ്ങളെ മോളെ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് നിങ്ങൾ ശ്രീധരമായിട്ട് എന്തെങ്കിലും തന്നാ? എടാ ദൈവദോഷം പറയരുത്. ഒരു എസ്റ്റേറ്റ് നിനക്ക് എഴുതി തന്നില്ലടാ. എസ്റ്റേറ്റ് 4 സെന്റ് സ്ഥലവും 3 മൂട് വാഴയും 5 മൂട് കപ്പയും. ഇതാണ് ഇങ്ങനെ പറഞ്ഞ എസ്റ്റേറ്റ്. നിങ്ങൾ കേൾക്കണം. പണ്ട് ഞാൻ KTDC-യിലായിരുന്ന സമയത്തുണ്ടല്ലോ. എവിടെ? KTDC എന്ന് പറഞ്ഞ എന്താണെന്നറിയാം? കേരള തേങ്ങവെട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. തേങ്ങ വെട്ടാൻ കയറി ജോലി. എടാ എന്നാലും ഇപ്പൊ എന്റെ സ്റ്റാറ്റസ് മാറിയില്ലേ? എന്തൊരു ചാച്ച? എന്റെ സ്റ്റാറ്റസ് മാറി. ഇപ്പൊ നിങ്ങൾക്ക് ചാച്ചതായത്. പണ്ട് എന്റെ പൈസ വേണോ ഇവരൊക്കെ കഞ്ഞി കുടിക്കാൻ. സത്യം കയ്യും കാര്യം കാണിച്ച് ഇങ്ങനെ മോൾ എന്നെ ഞാൻ ഷാരൂഖ് ഖാനെ പോലെ ഗ്ലാമർ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിട്ട് എന്റെ ജീവിതം നശിപ്പിച്ച്. അന്ന് ഞാൻ കഷ്ടപ്പെട്ട പൈസ വേണമായിരുന്നു നിങ്ങൾക്ക്. ഇപ്പൊ റോഡ് സൈഡിൽ എവിടെ കിടന്ന സ്ഥലം കേസ് പറഞ്ഞ് ജയിച്ച് കുറച്ച് പൈസ ആയപ്പോ ഒരു മോനെ ഡോക്ടറാക്കി, ഒരു മോനെ എഞ്ചിനീയറാക്കി. ഇപ്പൊ എന്നെ വേണ്ട. ഞാൻ ധരിച്ചിരുന്നില്ല. എന്നെ വേണ്ട. നീ ഇവിടെ സംസാരിക്കുക. എന്റെ സ്റ്റാറ്റസിനെ പറ്റി മരുമോൻ ഞാൻ കണ്ടുപിടിച്ചോളാം. എടാ നിനക്ക് എന്ത് യോഗ്യത ഉണ്ടാ? എടാ എന്റെ മക്കളെ കണ്ടുപിടി. എന്റെ മൂത്ത മോയി MBBS, രണ്ടാമത്തെ LLB. നീയോ? ഞാൻ BSL. ദോഷം പറയരുത്. ഏത് കാട്ടിന്റെ അടിയിലായിരുന്നാലും 3 കട്ട എങ്ങനെയായിരുന്നാലും കുറയാതെ റേഞ്ച് ഉണ്ടാവും. നീ എനിക്ക് വേണ്ട. ഇറങ്ങാൻ വീട്ടിൽ ഇറങ്ങ്. എന്നെ എറിയരുത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു. എന്നെ എറിയരുത്. നിന്നെ എറിഞ്ഞത് എന്നെ എറിയരുത്. നീ ആരാ? നിന്നെ എറിഞ്ഞാ എന്താണ്? നിങ്ങൾ എന്നെ അടുത്ത് എറിയുന്നത് നിങ്ങൾ സൂക്ഷിച്ച് വേണം. എന്റെ ഭാര്യ അറിയണം. എന്റെ ഭാര്യ അറിയണം. ഭാര്യ അവർക്ക് നിന്നെ വേണ്ട. നീ പോ. എന്തേ? നീ പോ. അങ്ങനെ നിങ്ങളെ ഇറക്കി വിടാനുള്ള അധികാരമൊന്നുമില്ല. ഞാൻ 2 കുഞ്ഞിന്റെ തന്തയാണ്. അവൾ എന്നെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. അവള് പറഞ്ഞു കഴിഞ്ഞാൽ അവള് കൂടെ ഒന്ന് പ്രതികരിക്കും. അറിയാമോ? അങ്ങനെ നിങ്ങൾ എന്നെ ഇറക്കി വിടാന്ന് വിചാരിക്കണ്ട. റെഡിയായി വാടി. നിന്റെ അച്ഛൻ പറഞ്ഞെന്നറിയാം എന്നെ ഇറക്കി പോവാ. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാൻ പോകുന്നു പറഞ്ഞു. നിങ്ങൾ പോകോ? ഈ എന്നെ വിട്ട് നിങ്ങൾ പോകോ? നിങ്ങൾ പോകോ? നിങ്ങൾ പോകണ്ട. ഈ എന്നെ വിട്ട് നിങ്ങൾ പോകണ്ട. ഞാൻ പിന്നെ എങ്ങനെ പോകണം? നിങ്ങൾ ഇങ്ങനെ പോയാൽ മതി. അങ്ങനെ ഇപ്പൊ എന്റെ 1.5 പവന്റെ മോതിരം കൊണ്ട് നിങ്ങൾ പോകണ്ട. അത് ശരി. അപ്പൊ അച്ഛനും മോളും കൂടെ അറിഞ്ഞു വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നല്ലേ? ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. എടാ നീ ഇനി എന്റെ വീട്ടിൽ താമസിച്ചാൽ നിനക്ക് പട്ടിക്ക് സമമാണ് നിന്നെ. നിന്റെ കഴുത്തിലൊരു തുടല് വിട്ട് ഞാൻ എന്റെ വീട്ടിൽ ഉമ്മറത്ത് കൊണ്ട് കെട്ടും. ആളുകൾ വരുമ്പോ ബൗ ബൗ ബോന്ന് പറഞ്ഞ് കുരയ്ക്കണം. ഞാൻ ആളുകളടുത്ത് പറഞ്ഞോളാം എന്താന്ന്? ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ ഇനം പട്ടിയാണെന്ന്. കണ്ടാലും വിശ്വസിക്കുമല്ലോ. അങ്ങനെ എനിക്ക് അത്ര വിലയുള്ളൂ. അത്രേ ഉള്ളൂ. എനിക്ക് അത്ര വിലയുള്ളൂ. അത്രേ ഉള്ളടാ. അപ്പൊ എന്നെ പട്ടി ഒരു ചങ്ങലകെട്ടി എന്നെ ഇവിടെ കെട്ടിയിടും. കെട്ടിയിടും. എന്നാലും ഒരു പട്ടി കൂടെ കെട്ടി തരരുത്. എന്റെ മോളടുത്ത് കണ്ണും കൈ കാണിക്കരുത്. എനിക്ക് ഈ മുഖം മാത്രമല്ല നീ കാണാത്ത മറ്റ് 2 മുഖങ്ങൾ കൂടി ഉണ്ട്. അറിയോ? 3 മുഖം കൊണ്ട് കിടക്കാൻ നിങ്ങളാര് ബ്രഹ്മാവാ? അവൻ പറഞ്ഞ കെട്ടിവിടെ നിൽക്കരുത്. ഇവനെ പറഞ്ഞു വിട്ടിട്ട് പെട്ടെന്ന് അകത്തേക്ക് വന്നേക്കണം കേട്ടാ. പറഞ്ഞിട്ട് പോയേട്ടാ. ഞാൻ പട്ടിയെന്ന് ഞാൻ ഇവിടെ തുടരില്ല. ഞാൻ പട്ടിയെ പോലെ കിടക്കാൻ. അങ്ങനെ തന്നെ അല്ലേ അല്ലേലും? നിങ്ങൾ ഈ വീട്ടിൽ എന്നെ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ ഈ വീടിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ? നീ നന്ദിയില്ല മാത്രം സംസാരിക്കരുത്. ഇടി കഴിഞ്ഞ 2008 ഞാൻ 12 കിലോ അരിയാണ് ഞങ്ങൾക്ക് മേടിച്ചു കൊടുത്തത്. എവിടുന്ന് കൺട്രോളില്ല ചെലവാക്കിയിട്ട് നമ്മളെ പോലെ ആണുങ്ങളെ മണ്ടയ്ക്ക് ചാടിക്കരുത്. തെറ്റല്ലേ? തെറ്റാണോ ശരിയാണോ? ഞാൻ ചോദിക്കുന്നത്. ഡെയിലി 500 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന നിന്റെ അടുത്താണ് ഡെയിലി 500 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു അണ്ണനാണ് ഞാൻ. ഇപ്പൊ ക്ഷീണക്കാരൻ ഇപ്പൊ ആരായിരുന്നാലും കണ്ടുപിടിക്കും. ഇപ്പൊ ന്യൂ ഇയർ ആവട്ടെ ഒരു 490 ഞാനും പിള്ളേരും ചേർന്ന് കള്ളു പിടിച്ച് ബാക്കി 10 രൂപ ഞാൻ ഇവളെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കൺട്രോൾ ചെയ്ത് ജീവിക്കണം. 2 പിള്ളേരാണ്. ബാങ്കിൽ അക്കൗണ്ട് തുറന്ന് ഒരു അക്കൗണ്ടിൽ ഈ പൈസ ഇടണം എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അത് കൊണ്ട് ചെലവാക്കിയിട്ട് എന്റെ മണ്ട ചാടിക്കണം. അപ്പൊ അത് തെറ്റാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്.
എന്റെ മനുഷ്യ, നിങ്ങൾ ഈ വിറയൊക്കെ മുമ്പിൽ വെച്ച് എന്നെ നരിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ വല്ല പോയി തൂങ്ങിച്ചാവെന്ന് ഓർത്തോ. എന്റെ അനുവാദമല്ല തൂങ്ങിച്ചത്തിട്ട് ഇവിടെ വന്ന പിന്നെ നീ എന്നോടെ ജീവിക്കാന്ന് വിചാരിക്കണ്ട. ആ ഇവൾക്ക് എന്നോടുള്ള ദേഷ്യം എന്നറിയാം. ഇവിടെ 5-6 മണക്ക് ആടുണ്ടേ. ആ ആടിനെ മേയ്ക്കാൻ വേണ്ടി ഞാൻ രാവിലെ ഇറങ്ങി പോണെന്ന്. നിന്റെ അച്ഛൻ ഒരുത്ത ഇവിടെ തിന്നു കൊടുത്തിരിക്കണല്ല, അങ്ങനെ ആടിനെ നോക്കാൻ പോയാലെന്ത്? ആടിനെ വയ്ക്കാൻ എന്റെ അച്ഛനാരാണ്? ചങ്ങമ്പുഴയിലെ രവണനാ. അതൊക്കെ നിങ്ങൾക്ക് തന്നെ പറ്റുള്ളൂ. കൈവാക്കനും വല്ലതും തന്നു കഴിഞ്ഞാണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്നെ തല്ലോ? നിങ്ങൾ എന്നെ തല്ലോ അല്ലേ? ചില സാഹചര്യങ്ങളില് നിങ്ങൾക്കറിയോ ഞാൻ നിങ്ങൾ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്? ഇനിയിപ്പോ ഞാൻ മരിച്ചു പോയാലും ഈ വീടിന് മുകളില് ആകാശത്തിലൊരു നക്ഷത്രമായി എന്നും ഞാൻ നിങ്ങളെ നോക്കി ചിരിക്കും. അപ്പൊ ചത്താലും എന്റെ തലക്കെന്ന് പോകില്ലെന്ന് തന്നെ. ആഹാ, അപ്പൊ അങ്ങനെയാണല്ലേ? ഇനി ഞാൻ എന്റെ പിള്ളേരെ നിങ്ങളെ കൂടി ജീവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വേണ്ട, നീ എന്നോട് ജീവിക്കണ്ടേ? നീ കളക്ടറോട് പോയി ആ, ജീവിക്കണില്ല നിങ്ങളെ കൂടി. എന്റെ കാശ് തിന്നു മുടിച്ചോളടി. നിന്റെ കുടുംബത്തിൽ ഞാൻ പറയുന്നില്ല, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ആഹാ, ഞാൻ ശരിയാക്കി തരാടി നിന്റെ കുടുംബത്തെ. എന്റെ പൈസ കൊണ്ട് ഒരുത്ത ഡോക്ടറായി, ഒരുത്ത എഞ്ചിനീയറായി. നിന്റെ കുടുംബക്കാരെ ഞാൻ കുത്തുപാളം എടുപ്പിക്കോടി. ഇപ്പൊ എന്നെ വേണ്ട അല്ലേ? അല്ലടി. ഹലോ ഓ ഹലോ, ആ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ആഹാ. ആ ഓപ്പറേഷൻ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് കാര്യം അത് മെഡിക്കൽ എത്തിക്സിനെതിരാ. ഓ എക്കിച്ചും നീയും തമ്മിൽ എന്താടാ ബന്ധം? നിനക്കത് അറിയാമോ? ഞാനൊരു കാര്യം പറയാം. ആ. അളിയൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അച്ഛനും ചേച്ചിയായിട്ട് തീർത്തോണം. വെറുതെ എന്റെ മണ്ടയിലൊന്നും കയറരുത്. ആഹാ. അളിയൻ അറിയാലോ, ഇത് കൺസൾട്ടിങ് ടൈമാണ്, എന്റെ പേഷ്യൻസ് വരും. ആ നിന്റെ പാഷൻ ഷോ വർത്ത്. നിന്റെ പാഷൻ ഷോ വർത്ത്. നിന്റെ പാഷൻ ഷോ വർത്ത് ഞാൻ കാണിച്ചരാ. അതാ വരുന്നു. ഇത് ഉത്സവ പറമ്പിലെ പ്ലോട്ടാടെ, കങ്കാരു അതിന്റെ കുഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. ഇരിക്ക്, ഇരിക്ക്, ഇരിക്ക്. ഇരിക്ക്, ഇരിക്ക്. ആദ്യം ഇരിക്കും, പിന്നെ കിടത്തിക്കോളൂ. ശ്വാസം ഒന്ന് വലിച്ചു വിട്ടെ. അതെ, എക്സ്റേ എടുക്കേണ്ടി വരും. എന്തിനാ കാശൊന്നും ചെലവാക്കൊന്നും വേണ്ട. എവിടെ നോക്കട്ടെ, ഇതൊരു ബൾബ് ഇട്ടിട്ട് അതിന്റെ ഫ്രണ്ടിൽ നിന്നാ മതി. നിങ്ങൾക്ക് എന്നെ കാണണ്ട, കണ്ടോളൂ. അല്ലേ ചോദിച്ചേ? അതെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ ലണ്ടനിൽ പോയി MBBS എടുത്തവനാ. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലണ്ടനിലാണ് ഇരിക്കണം, ഞാൻ അറിഞ്ഞില്ല. അയ്യോ. അതെ, ഈ ഞരമ്പൊക്കെ പോയി കിടക്കുക കേട്ടോ. ഡോക്ടറെ, എന്റെ അച്ഛൻ പോലും ഞരമ്പ് രോഗിയാണ്. അളിയ അങ്ങോട്ട് പോയി. അളി ഇവിടെ കിടന്ന് ഇറങ്ങുന്ന എന്തിനാ? അളിയനകത്തോട്ട് അങ്ങനെ പോ. അളി ഇവിടെ കിടന്ന് ഇറങ്ങുന്ന എന്തിനാ? നീ നിന്റെ ആശുപത്രി അവിടെ ജംഗ്ഷനിൽ കൊണ്ടുപോയി. എന്റെ കുടുംബ വീട്ടിൽ നിന്ന് എനിക്ക് സംസാരിക്കാം, എന്റെ ഭാര്യ വീട്ടിൽ നിന്ന്. നീ എന്റെ കാര്യം നോക്കടാ. എത്ര നാളായി തുടങ്ങിയിട്ടത്? ഞാനിവിടെ വന്ന് അന്ന് തുടങ്ങിയതാണ്. നീയും നിന്റെ അച്ഛനും അന്ന് തുടങ്ങിയതാണ് എന്റെ അടുത്ത്. അളിയൻ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അകത്ത് പോയി സംസാരിക്കും. എന്താ പേഷ്യൻസ് നോക്കുന്നുണ്ടല്ലോ അളിയൻ. അളിയ അകത്ത് പോയി സംസാരിക്കും. ഞാൻ സംസാരിക്കും. എന്റെ പൈസ കൊണ്ട് നീ ഡോക്ടറായ സമയത്ത് നിനക്കൊന്നും സംസാരിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ കേൾക്കണോ? ഞാൻ കഷ്ടപ്പെട്ട പൈസയും കൂടെ ഡോക്ടറായത്. നിങ്ങൾ കേൾക്കണം. പണ്ട് എന്നെ ഓപ്പറേഷൻ ചെയ്ത് പഠിച്ചതാണ്. വയലിലെ വരമ്പോലെ അത് കണ്ട ഞാൻ എന്നിട്ട് ഒരു അളിയൻ എന്നുള്ള നിലയ്ക്ക് നിന്ന് വിടുന്നത്. അവനാണ് ഇപ്പൊ ഡോക്ടറായപ്പോ എന്റെ മണ്ട ചാടിക്കയറാൻ വേണ്ടി നടക്കുന്നത്. ആയിക്കോട്ടെ. കുഴപ്പമൊന്നുമില്ല. ഇത് മെഡിക്കൽ സയൻസിൽ ഇതിനെ പറയുന്നത് വെറും തെമ്മാടിത്തനം എന്ന് പറയും. നീയും നിന്റെ അച്ഛനും എന്റെ അടുത്ത് ചെയ്തത് തെമ്മാടിത്തനം എന്ന് പറയും. ഞാൻ 100 വട്ടം അളിയനോട് പറഞ്ഞു, കൺസൾട്ടിങ് ടൈമാണ്, അളിയൻ അകത്ത് കയറിപ്പോ. ഞാൻ പറയും. എനിക്കൂടെ പറയാനുള്ള വോയിസ് ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരേണ്ടി വരും. വരണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വരണം. കാരണം 2 നില ആയുള്ളൂ ഇപ്പൊ വീടെ. 3ാമത്തെ നിലയിൽ കമ്പി ഇട്ടേക്കാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ വന്നാലേ പുള്ളിക്ക് അതിനെ വാർത്ത ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഞാൻ നേരത്തെ തന്ന മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ പൊക്കോ, കുഴപ്പമില്ലേ? അത് പോട്ടെ, ഞാൻ വന്നല്ലേ, അതും കൂടെ ഒന്ന് അറിഞ്ഞിട്ട് പോയെങ്കിലേ. അതും കൂടെ ഒന്ന് അറിഞ്ഞിട്ട് പോയി. ഇപ്പോഴങ്ങ് അറിഞ്ഞിട്ട് പോയാൽ നന്നായിരിക്കും. പിന്നീട് ഒരു വരവ് വരണ്ടല്ലോ. പന്യം വെക്കാണ്, പന്യം പൊക്ക്. ഈ ഡെലിവറിയുടെ ഡേറ്റും കൂടെ ഒന്ന് അറിഞ്ഞിട്ട് പോയാൽ അത് ആണവണ്ണം അറിഞ്ഞിട്ട് പോകാലോ. ഞാൻ അളിയൻ്റെ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, എന്റെ പേഷ്യൻസിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത്. ഞാൻ ഇൻസൾട്ട് ചെയ്യൂടാ. ഇവൻ ഡോക്ടർ ആയതിനു ശേഷം ഞാൻ പറഞ്ഞു നിന്റെ ആശുപത്രി ഒരു ജോലി എനിക്ക് തടാന്ന്. ഇവൻ തന്നില്ല. ആര് പറഞ്ഞു? അളിയൻ മര്യാദകേട് പറയരുത്. അളിയൻ ഞാൻ ഹോസ്പിറ്റലിൽ ജോലി തന്നു, നല്ലൊരു ജോലിയായിരുന്നു. അളിയൻ ആ ജോലി വേണ്ടാന്ന് വെച്ചു. ഈ ആ ജോലിയുടെ കാര്യമൊന്നും പറയണ്ട. ആ ജോലിക്ക് എന്താണെന്നൊരു കുഴപ്പം? എന്താണെന്നറിയാ ജോലി? ഈ കൊച്ചു പിള്ളേർ ഇഞ്ചക്ഷൻ എടുക്കാൻ വരുമ്പോഴേ ഇഞ്ചക്ഷൻ എടുത്തിട്ട് കരയുമ്പോ അവരെ ചന്തിയിൽ പഞ്ഞി വെച്ച് ഞാൻ ഇങ്ങനെ തുടയ്ക്കണം. 2 പിള്ളേരുള്ള തന്തക്ക് ചെയ്യാൻ പറ്റിയ പണികളാണ്.
ശരി അളിയൻ ആ ജോലി വേണ്ടാന്ന് വെച്ചു പറഞ്ഞ അളിയന് വേറൊരു ജോലി എന്നില്ലേ അളിയൻ ഗേറ്റിൽ ഞാൻ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയോ അളിയൻ എന്തോ ചെയ്തത് ഒരു കള്ളൻ രാത്രി ഹോസ്പിറ്റലിൽ വന്നപ്പോ ആ കള്ളൻ ഹോസ്പിറ്റലിന്റെ ചാവി എടുത്തു കൊടുത്ത് അവൻ കംപ്ലീറ്റ് സാധനങ്ങൾ മാറിക്കൊണ്ടുപോയി. അത് പിന്നെ ഞാൻ രാത്രി കസാരയിൽ നിന്ന് ഉറങ്ങിയ സമയത്ത് ആചാര ബാബുലത്ത് ഒരുത്ത എന്റെ അടുത്ത് പറഞ്ഞു താക്കോലിഞ്ഞോട്. ഞാൻ താക്കോലെടുത്തില്ല, ഞാൻ ഇന്ന് ഈ മണ്ണിലില്ല, എന്നെ കൊന്നുകളായി. അങ്ങനെ ഞാൻ താക്കോലെടുത്ത് കൊടുത്തു. ഞാനും കൂടെ സഹായിച്ചു കൊടുത്തേട്ടാ. അപ്പോൾ ആ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. ഞാനും കൂടെ ചേർന്ന് എല്ലാം സഹായിച്ചു കൊടുത്ത് ജാഗനകത്ത് കയറ്റി പുള്ളി കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ വന്ന സന്തോഷത്തിൽ ഒരു പായിന്റ് ഞങ്ങൾ രണ്ടും കൂടെ ഷെയർ ചെയ്തടിച്ച്. സത്യം ഷെയർ ഒന്നും മാറ്റില്ല കേട്ടോ, നല്ല മനുഷ്യൻ. ഇന്ന് ഞാൻ ദൈവത്തെ പോലെ കാണുന്ന മനുഷ്യനാ. ആ മനുഷ്യനെ നീ കള്ളനെന്ന് മാത്രം വിളിക്കരുത്, ആ മനുഷ്യനെ നീ കള്ളനെന്ന് വിളിക്കരുത്. എന്റെ അളിയ കള്ളനെന്നല്ലത് പിന്നെ എന്തോന്ന് വിളിക്കാൻ അളിയ? നിന്റെ അച്ഛനെന്ന് വിളി പോ. നിന്റെ അച്ഛനാ പരമ കള്ളൻ. ഓ അങ്ങോട്ടേന്ന് വിളി. തങ്കോട്ടോ, എന്റെ തങ്കച്ചേട്ടാ, എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? ഇവിടത്തെ പ്രശ്നങ്ങളൊന്നും അല്ലടാ. എന്നെ ഇവിടെ നിനക്കറിയാലളിയാ, ഞാനും കൂടെ കഷ്ടപ്പെട്ടില്ലടാ ഈ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണം. ഞാനും കൂടെ കഷ്ടപ്പെട്ടില്ല. ഇവൻ ഡോക്ടറാണ്, എന്റെ പൈസ കൊണ്ട് തന്നെ. ഇപ്പൊ എന്നെ ഇറക്കി വിട്ടടാ. എന്നെ ഇറക്കി വിട്ടടാ. ചേട്ടാ, ഒരു കുടുംബം പല പ്രശ്നങ്ങൾ കാണും, അത് നമ്മൾ പരിഹരിക്കണം. എന്റെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താണ്? എന്റെ പ്രശ്നം എത്ര? നമ്മൾ ഈ ഭാഗത്ത് ആർക്കാ ലോട്ടറി അടിച്ചിട്ടുണ്ട്, അത് ആർക്കാന്ന് അറിയാൻ വയ്യ. ചേട്ടാ ലോട്ടറി എടുത്തിട്ടില്ലേ? അത് വിടറേ. ലോട്ടറി എടുക്കും, ചിലപ്പം പൈസ ഉള്ളവനെ അടിക്കും. നമുക്കൊന്നും അടിക്കില്ലടേ. അല്ലല്ല, എന്തായാലും നോക്കട്ടെ. ഞാൻ ഒരുപാട് ആൾക്കാരെ നോക്കി, എന്നാലും ചേട്ടന്റെ ലോട്ടറി നോക്കട്ടെ. ഇല്ലല്ല, അത് ചുമ്മാ അടിക്കില്ലടേ. നോക്കട്ടെ, just പൈസ ഉള്ളവനെ അടിക്കും, അത് അങ്ങനെയാണല്ലോ. വെറുതെ നോക്കാം. ഇല്ല, അടിക്കില്ലടാ. നോക്കാം, കുഴപ്പമില്ല. അവരുടെ എടുത്ത് ഒരു ടിക്കറ്റ് എടുത്ത്. ഇത് എവിടത്തെ ടിക്കറ്റ് ആണ്? ഏതാ സൗഭാഗ്യടാ. സൗഭാഗ്യമാണ് ടിക്കറ്റ് എടുത്ത്. അടിക്കില്ല, നമുക്കൊന്നും നോക്കട്ടെ. അടിക്കാം. അടിച്ചാ പിന്നെ നമ്മൾ ആരല്ലേ? അടിച്ചാ EX420259. എന്നെ ചേട്ടാ ലോട്ടറി അടിച്ച് 500 ആയിരിക്കും. അറിയാൻ വയ്യ, നോക്കിയേ. 5000 ആയിരിക്കും. 5000. എന്റെ ചേട്ടാ ഫസ്റ്റ് പ്രൈസ് ആണ്. ഫസ്റ്റ് പ്രൈസ്. നിനക്ക് മാറിപ്പോയതായിരിക്കും, നമ്പർ ഒന്നുകൂടെ നോക്ക്. അല്ല 4 കോടി രൂപ. 4 കോടി രൂപ. ചുമ്മാ പോടാ. വേറെ ചുമ്മാ ഇരിക്കും. നമുക്ക് 4 കോടി. അച്ഛാ! അച്ഛാ! നമുക്ക് 4 കോടി. അതെങ്ങനെ എങ്ങനെ അടിക്കും? ചുമ്മാടാ. അത് 1500 ആയിരിക്കും. എനിക്കാ എനിക്ക് ലോട്ടറി അടിച്ചു. എനിക്ക് ലോട്ടറി അടിച്ചാ ശരിക്കും നീ അടിച്ചാ? നോക്ക് അടിച്ചാ? അടിച്ചില്ലെങ്കിൽ നിന്നെ അടിച്ചാ? അളിയാ, നിനക്ക് 5 ലക്ഷം രൂപ. 5 ലക്ഷം. നിനക്ക് 5 ലക്ഷം ഇവിടെ വന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിനക്ക് 5 ലക്ഷം രൂപ ഞാൻ തരും. ഒരു കാര്യം ചേട്ടാ, ഞാൻ പോയിട്ട് വരാം. അപ്പൊ 10 ലക്ഷം രൂപ കിട്ടുമല്ലോ. അപ്പോൾ നിനക്ക് വേറെ എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പോടാ കൈവാക്കുന്നത്. എനിക്ക് ലോട്ടറി അടിച്ച് എന്നെ അത്രയ്ക്ക് ഇവിടെ കഷ്ടപ്പെടുത്തി. ദൈവം എന്റെ കൂടെയാ. 4 കോടി രൂപ എനിക്ക് ലോട്ടറി അടിച്ച്. വിളി. എനിക്ക് ലോട്ടറി അടിച്ചടാ. എടാ, എനിക്ക് ലോട്ടറി അടിച്ച്. നീ എന്തെന്ന് പറഞ്ഞത്? നിന്റെ ഹോസ്പിറ്റലിൽ എന്നെ എന്ത് ജോലിയായിട്ട് നിർത്താന്ന്? അളിയനെ ഞാൻ വലിയ ജോലി തരും അളിയനെ. അയ്യോ, എന്ത് ജോലി നീ എനിക്ക് തരും? അളിയൻ എന്ത് ജോലി വേണമെന്ന് എന്നാ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ കെട്ടും. എന്നിട്ട് ഞാൻ നിന്നെ അവിടെ വിളിക്കും. ഡോക്ടറായിട്ടായിരിക്കും. അല്ല, അവിടുത്തെ സെക്യൂരിറ്റിക്ക് കഞ്ഞി ഇട്ട് കൊടുക്കാം. നിന്നെ വിളിക്കോടാ. ഞാൻ ഇവിടെ ആരെ സഹായിച്ചാലും നിന്നെ കോരിത്തറിന് സഹായിക്കണ്ട. എനിക്ക് അത്ര സങ്കടം ഉണ്ടാ. എന്നെ അത്രയായിട്ട് കഷ്ടപ്പെടുത്തി. അളിയൻ എന്തൊക്കെയുണ്ട് വിഷയം? അളിയൻ എന്തൊക്കെയുണ്ട് പ്രശ്നം? ഒരു പ്രശ്നമല്ല. പൈസ പ്രശ്നം ഉണ്ടാ? ഇല്ലല്ലോ, ഞാൻ സഹായിക്കും. പക്ഷെ എന്നാലും ഇപ്പൊ എന്ത് വായിലെന്ത് പഴം ഇപ്പൊ? അല്ല മോനെ, ഞാനും പണ്ട് പാവപ്പെട്ടവനായിരുന്നു. പിന്നെ കാശൊക്കെ ആയപ്പോ ഒരുപാട് പണക്കാരനായി. ഇന്നലെ കെട്ടിയ പെണ്ണിനെയും എന്റെ മക്കളെയും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. അതുപോലെ നിനക്കും ഭാര്യ മക്കളെന്ന് ഉപേക്ഷിക്കാൻ പറ്റില്ല. അച്ഛന്റെ സ്ഥാനത്ത് എന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയണം. ശരി അച്ഛാ, ഈ ലോട്ടറി അടിക്കുന്നതിന് മുമ്പ് എന്റെ വായിന്ന് ഞാൻ അറിയാതെ എന്തൊക്കെ പറഞ്ഞു പോയി. സാരല്ല അച്ഛൻ, ക്ഷമിച്ചടാ. പക്ഷെ അത് ഞാൻ ഒന്നും തെറ്റായിട്ട് ഞാൻ പറഞ്ഞല്ല. സാരല്ല. ആ സമയത്ത് എനിക്ക് അങ്ങനെ പറഞ്ഞതുകൊണ്ട് പോട്ടറ 4 കോടി എനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. നമ്മൾ നല്ലൊരു വീട് വെക്കണം മോനെ. 3 നില വീട് വെക്കും. അത് വെക്കണം. അവിടെ ഒരു ഗേറ്റ് വേണം. ഗേറ്റ് വെക്കും. അവിടെ ഞാൻ ഒരു പട്ടിക്കൂട് പണിക്കും. വേണം മോനെ, പട്ടി വേണം. അച്ഛൻ തന്നെ നല്ലൊരു പട്ടി അതിനകത്ത് മേടിച്ചിടാ. ഇല്ല വേണ്ട. നീയാണ് അതിനകത്തെ പട്ടി. നീ അവിടെ കിടന്ന് കുറച്ചോണം. എടാ, സോപ്പിട്ട് നീ വന്നേക്കുന്നില്ലേ? പാരിയടച്ചനും ഞാൻ നോക്കില്ല. എന്റെ സ്വഭാവം മാറി ഞാൻ പറഞ്ഞിട്ടില്ല. നീ സോപ്പിട്ട് വാ. നിന്റെ പേരെന്തോന്നു? പഠിക്കാൻ പൈസ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ സഹായിക്കും, സത്യം. പക്ഷെ ഞാൻ ഇവർക്ക് 10 പൈസ ഞാൻ കൊടുക്കില്ല. ഇവർക്ക് ഞാൻ 10 പൈസ കൊടുക്കില്ല. ഞാൻ പൈസ 2 ലക്ഷം രൂപ. 4 കോടി അടിക്കുമ്പോൾ 2 ലക്ഷം രൂപ തരും. 2 ലക്ഷം രൂപ നിസ്സാരം അല്ല. കല്യാണം കഴിച്ചയക്കാൻ പൈസ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, പൈസ തരാം.
ആരെങ്കിലും പൈസ വല്ലതും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പക്ഷെ ഇവർക്ക് ഈ കുടുംബത്തിന് ഞാൻ 10 പൈസ കൊടുക്കില്ല. നിങ്ങൾ കണ്ടതല്ലേ അപ്പൊ നീ കണ്ടത് തന്നെ ഇത് പറയില്ല. ഈ കൊച്ചും ഇതാ എവളും ചേർന്ന ഒരുമിച്ച് കമ്പനി എന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വെറുതെ റോട്ടിൽ നിന്നപ്പോ ഈ കൊച്ചു പറഞ്ഞെന്നറിയാ ഞാൻ വേറെ ആരത്തെ സംസാരിച്ചോണ്ടിരിക്കണം. അങ്ങനെ പറഞ്ഞ കൊച്ചാ നിനക്ക് ഞാൻ 10 പൈസ തരില്ല. ആഹാ മോനെ അച്ഛൻ ആട് മേയ്ക്കാൻ പോയാലോ? ആട് മേയ്ക്കാൻ പോയാലോ എന്ന് നേരത്തെ പറഞ്ഞ പോലെ. എവിടെ ആട് മേയ്ക്കാൻ ആട് മേയ്ക്കാനാ? നീ ഇപ്പൊ ആട് മേയ്ക്കാനല്ല, നീ കക്കൂസ് വാരാൻ വരാൻ നീ തയ്യാറാ കേട്ടാ. മിണ്ടരുത് മിണ്ടരുത്, നീ മോതിരം കൊണ്ട് പറയരുത്. ഇല്ല, ഒരു മനുഷ്യന് ഞാൻ 10 പൈസ ഞാൻ തരില്ല. ഒരു മനുഷ്യന് 10 പൈസ തരില്ല. ഞാൻ പാവങ്ങളെ സഹായിക്കും. 4 കോടി എടുത്താൽ ഞാൻ പാവങ്ങളെ സഹായിക്കും. ചേട്ടാ എന്താ പ്രശ്നം? കുടുംബത്തിന്റെ പ്രശ്നം എന്താ? പ്രശ്നം വേറൊന്നും അല്ലടാ. ഞാൻ രാവിലെ അവിടെ നിന്ന സമയത്ത് ഇത് സുധാകരന്റെ പറമ്പാണ്. അതെ, സുധാകരന്റെ പറമ്പ്. ഇത് എനിക്ക് നേരെ ഷെയർ ചെയ്യുന്ന 2 സെന്റ് സ്ഥലം. അതെ. അവിടെ എന്റെ ഭാര്യയുടെ അച്ഛന്റെ വീട്. അച്ഛന്റെ വീട് ഇവിടെ കുളം. ഇവിടെ കുളം. ആ ചേട്ടാ അവിടെ സുധാകരനെ പറയാവല്ലേ? എടാ പോടാ അവിടെ നിന്ന്. എടാ ഇത് സുധാകരന്റെ പറമ്പ്. ഇത് അതിന്റെ ഫ്രണ്ടിൽ എനിക്ക് തന്ന 2 സെന്റ് സ്ഥലം. അതെ. ഇത് എന്റെ ഭാര്യയുടെ അച്ഛന്റെ വീട്. ഭാര്യയുടെ അച്ഛന്റെ വീട്. ആ അപ്പൊ ഞാൻ ഈ ഭാര്യയുടെ അച്ഛന്റെ വീട്ടിൽ നിന്നിട്ട് സുധാകരന്റെ അടുത്ത് പറഞ്ഞു, സുധാരാ ജോലിയൊന്നുമില്ലേ എന്ന് പറഞ്ഞപ്പോഴ് ഈ അച്ഛന് സൂചിച്ചില്ല. കാരണം ഈ സുധാകരനും തമ്മിൽ ഈ അച്ഛനും തമ്മിൽ ഉടക്കല്ലേ? ഉടക്കാണ്. ആ അങ്ങനെ പറഞ്ഞ് എന്നെ ഇവിടെ ഇറങ്ങി പോകാൻ. സുധാകരന്റെ പറമ്പാണിത്. എടാ സുധാകരന്റെ പറമ്പ് നിനക്ക് അറിഞ്ഞു? ചേട്ടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേട്ടാ പറയണത്. എടാ ഇത് സുധാകരന്റെ പറമ്പ്. അതെ. ഇത് അതിന്റെ ഫ്രണ്ടിൽ എനിക്ക് എന്ന 2 സെന്റ് സ്ഥലം. ഇത് ഭാര്യയുടെ അച്ഛന്റെ വീട്. ഭാര്യയുടെ അച്ഛന്റെ വീട്. ഇത് കുളം. അപ്പൊ ഞാൻ ഇതിലെ നടന്ന് വന്നിട്ട് അവിടെ നിന്ന് സുധാകരന്റെ അടുത്ത്, സുധാരാ ഇന്ന് ജോലിയൊന്നും ഇല്ലടേ. ഇതിങ്ങനെ കേട്ടതും ഇവിടെ ഭാര്യയുടെ അച്ഛൻ പറയല്ലേ, നീ അവനുമായിട്ടുള്ള കമ്പനി ഇല്ല, നീ എന്റെ നുണയെല്ലാം പറഞ്ഞിട്ട് നടക്കല്ലേ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ. ചേട്ടാ ഇത് കുളമല്ലേ? ചേട്ടാ എങ്ങനെ അപ്പുറത്ത് പോകും? പറഞ്ഞ മനസ്സിലായി? ഇല്ല, മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞില്ല. ഇത് സുധാകരന്റെ വീട്. സുധാകരന്റെ പറമ്പ്. ഓക്കേ, ഇപ്പൊ മനസ്സിലായി. ഇത് എന്റെ പറമ്പ് 2 സെന്റ്. ചേട്ടാ പറമ്പ്. ഇത് ഭാര്യയുടെ അച്ഛന്റെ വീട്. ഭാര്യയുടെ അച്ഛന്റെ വീട്. ഇത് കുളം. ഇവിടെ ഞാൻ നടന്ന് ഇവിടെ വന്നത് ഭാര്യയുടെ അച്ഛൻ ചോദിക്കണേ, നീ എന്താണ് അവരോട് സംസാരിച്ചത്, നീ ഇവിടുന്ന് ഇറങ്ങി പോടാന്ന്. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഇനി എന്നെ അങ്ങനെ വരുത്താൻ പറ്റില്ല. 4 കോടി രൂപ അടിച്ചെങ്കിൽ ഇതിന് ഞാൻ പ്രതികാരം ചെയ്യും. എനിക്ക് മനസ്സിലായി, ഏകദേശം മനസ്സിലായി. വഴി ഓക്കെ. ഇനി നീ പറഞ്ഞത് രമണിയുടെ പറയാം ഒന്നുകൂടെ ഇവിടെ രമണിയുടെ പറയാം. ഓക്കെ. ചേട്ടോ നമ്മുടെ ഈ കീറിയ ലോട്ടറിക്ക് പൈസ കിട്ടുമോ? കീറിയ ലോട്ടറി കിട്ടില്ല. അപ്പൊ അത് പണ്ടില്ലല്ലോ. എങ്ങനെ? അപ്പം ചേട്ടന്റെ ലോട്ടറിക്ക് പൈസ കിട്ടുമോ? എന്റെ കിട്ടും. കീറിയൊന്നും കിട്ടില്ല. അത് പണ്ടേ ഉള്ള കീഴ്വഴക്കം. അപ്പൊ ചേട്ടന്റെ ലോട്ടറിയാണിത്. ഏതാ? ഇത് ചേട്ടന്റെ ലോട്ടറിയാണിത്. അല്ല എന്റെ ലോട്ടറി അല്ല, ചേട്ടന്റെ ലോട്ടറിയാണിത്. ഇത് പഴയതാ. ഇത് ചേട്ടന്റെ ലോട്ടറിയാണ്. അല്ല പഴയ ഇത് അല്ല എന്റെ ലോട്ടറി. ചേട്ടന്റെ ലോട്ടറിയാണ്. ഏതാണ് ഇത്? ഇതാ? ആ ഇതെന്റെ ലോട്ടറിയാ? അതെ. ഇതെന്റെ ലോട്ടറിയാ? രോഗി പറയാത്തടാ. 4 കോടി രൂപ. ഇതെന്ത് മോയല? അളിയാ നേരത്തെ ഹോസ്പിറ്റലിൽ എന്തോ ജോലി തരാന്ന് പറഞ്ഞതോ എനിക്ക്? നേരത്തെ ഹോസ്പിറ്റലിൽ എന്തോ ജോലി തരാന്ന് പറഞ്ഞതോ? മറ്റേ പഴയ ജോലി തന്നെ ആയാലോ? മറ്റേ പിള്ളേരാ അതായിരുന്നാലും മതി. അതുണ്ട്. അച്ഛാ എന്നും ഞാൻ നിങ്ങളെ പട്ടിയെ പോലെ തന്നെ ജീവിക്കാം. ആ കായ്പിലോട്ട് ഇറങ്ങി പോടാ. അച്ഛാ ഞാൻ അവിടെ കിടന്നോടാ അച്ഛാ. വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മുടെ സോന നായർ. എവിടെയൊക്കെ ഞാൻ അന്വേഷിച്ച് നടന്നു നിങ്ങളെ? ഹലോ ആരാ? അല്ല ഞങ്ങളൊരു കാര്യം പറയട്ടെ, എവിടെയൊക്കെ അന്വേഷിച്ച് നടന്നു? എന്തൊക്കെയാണ് വിശേഷം? ഹലോ ഇങ്ങോട്ട് മാറി. ഇതെന്താ മനസ്സിലായില്ല, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വരുമെന്ന്? അതെ, ഞങ്ങൾ തമ്മിലൊരു പരസ്യ കരാർ ഒപ്പുവെക്കാനുണ്ടായിരുന്നു. അതിന് പരസ്യ കരാർ ഇവിടെയാണോ വരുന്നത്? അങ്ങനെ എന്തെങ്കിലും കരാർ ഒപ്പുവെക്കാൻ ഉണ്ടെങ്കിൽ ആളെ വിളിച്ചുകൊണ്ട് റൂമിൽ കൊണ്ടുപോയിട്ട് വേണം കരാറൊക്കെ ഒപ്പുവെക്കാൻ. രഹസ്യ കരാറല്ല, റൂമിൽ കൊണ്ട് ഒപ്പുവെക്കാൻ. ഇത് പരസ്യ കരാർ, അതുകൊണ്ടാണ് ഞാൻ പരസ്യമായിട്ട് വന്നത്. ഇതെന്താ സംഭവം? എന്താ ഇത്? അത് എന്തൊക്കെയാലും ഒരു പരസ്യമാണ്. അതിൽ സോന അഭിനയിച്ചാലേ ശരിയാകത്തുള്ളൂ. ഞാനോ? വേറെ ഒരു ആർട്ടിസ്റ്റ് മലയാളത്തിൽ ചെയ്താലും അത് അത്ര ക്ലിക്ക് ആകത്തുള്ളൂ. മലയാളത്തിൽ എന്നല്ല, ഒരു താരങ്ങളും ഈ പരസ്യം അഭിനയിക്കാൻ പറ്റില്ല. അതെന്താ സോനയ്ക്ക് മാത്രം അഭിനയിക്കാൻ പറ്റിയ ഒരു പരസ്യം? അത് ഏത് പരസ്യം? സോനയ്ക്ക് മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടില്ലേ, സോന ബെൽറ്റ്. വയറിന്റെ വ്യാപ്തി കുറയാൻ സോന ബെൽറ്റ്. ഇത് സോനയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അയ്യോ ഞാൻ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നത്? കാരണം ഈ പ്രോഡക്റ്റ് ഒക്കെ കൊണ്ട് അത് നല്ലതാണോ? ഇതൊക്കെ ചെയ്ത് ഒരുപാട് ശീലമുള്ള അനുഭവസ്ഥരുണ്ട്, ഞാൻ വിളിക്കാം. ആണോ? കിഷൻ. ഇത് കെട്ടിയിട്ട് ആർക്കെങ്കിലും വയറ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയണമല്ലോ. കിഷൻ വരൂ, come on.
കണ്ടോ? നമസ്കാരം, ഞാൻ കിഷൻലാൽ. വാ ദേ, നീ കൃഷ്ണൻലാലാണോ അതേ വാവുവാണോ? കിഷൻലാൽ, വാ അതിന്റെ കൂടെ ഉള്ളതാ. ആ പറ. എനിക്ക് മുൻപ് അമിതവണ്ണമായിരുന്നു. അപ്പോഴാണ് എന്റെ സുഹൃത്തുക്കൾ എന്നെ പൊണ്ണത്തടിയ എന്ന് വിളിച്ച് കളിയാക്കുവാൻ തുടങ്ങി. എന്റെ ഒരു സുഹൃത്ത് സോനാ ബെൽറ്റിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ സോനാ ബെൽറ്റ് വാങ്ങി ഉപയോഗിച്ചു. ഞാൻ ഈ കോലത്തിലായി. ഇപ്പോൾ എന്റെ സുഹൃത്തുക്കൾ എന്നെ നെത്തോലി, വെര, എരമാന്തി എന്നീ പേരുകളിലാണ് വിളിക്കുന്നത്. നിങ്ങളും സോനാ ബെൽറ്റ് വാങ്ങി ഉപയോഗിക്കൂ. സോനാ ബെൽറ്റ് വാങ്ങി ഉപയോഗിച്ചാൽ നിങ്ങളുടെ അമിതവണ്ണം കുറയും. എന്റെ കുടുംബത്തിന്റെ ഇപ്പോൾ ആരോഗ്യത്തിനും സംതൃപ്തിപ്പിക്കും കാരണം ഈ സോനാ ബെൽറ്റ് ആണ്. അതുകൊണ്ട് എന്റെ കുടുംബത്തിന്റെ 4 മൂലയിലും ഞാനിപ്പോൾ വല്ലംപിരി ശങ്കാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. നിങ്ങളും വലംപിരി ശങ്ക. കിഷാൻ, ഓ, ഇതെന്താടോ ഈ വലംപിരി ശങ്കൊക്കെ ഇയാള് കയറി പറയുന്നത്? അത് ഈ വലംപിരി ശങ്കിന്റെ പരസ്യത്തിൽ ഇവൻ തന്നെയാണ് അഭിനയിക്കുന്നത്. പറയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പറയണ്ടേ അത്? പറയണ്ടേ, പോ. വിളിച്ചതാവത്തായി ഇതൊക്കെ അനുഭവത്തിലാണ് കേട്ടോ. അയാള് വലംപിരി ശങ്ക് ഇടംപിരി ശങ്കു എന്ന് പറഞ്ഞല്ലോ, എന്താ അത് തമ്മിലുള്ള വ്യത്യാസം? ഈ വലംപിരി ശങ്കത്തിന്റെ വലത് ഭാഗത്ത് ഒരു പിരി പോയതായിരിക്കും, ഇടംപിരി ശങ്കാവുമ്പോ അതിന്റെ ഇടത് ഭാഗത്ത് 2 പിരി പോയതായിരിക്കും. അപ്പൊ ഇത് ഇടംപിരി ശങ്കായിരിക്കും അല്ലേ? അങ്ങനെ മനസ്സിലായി? 2 പിരി പോയ മാതിരിയൊക്കെ തോന്നുന്നു. അതെ, അപ്പൊ നമുക്ക് പരസ്യത്തിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. മാഡം എങ്ങനെയെങ്കിലും ഇത് അഭിനയിക്കണം. മാഡം, ഇടവം, മിഥുനം, കുംഭം, ചിങ്ങം, കന്നി, തുലാം. സോറി, ഞാൻ റെസ്പെക്ട് കൊണ്ട് വിളിച്ചതല്ലേ മാഡം. ഈ പരസ്യം എങ്ങനെയെങ്കിലും അഭിനയിച്ച് തരണം. അല്ല ഇത് എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്? ഇത് അഭിനയിക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. നിസ്സാര സംഭവമല്ലേ. നമ്മളിങ്ങനെ എടുത്തിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ സ്റ്റാർട്ട് ആക്ഷൻ പറയുമ്പോൾ സോനാ ബെൽറ്റ്, ഇതാ എന്റെ വയറ് നോക്കൂ, വളരെ വ്യാപ്തി ഉള്ളതല്ലേ. സോനാ ബെൽറ്റ് ഉപയോഗിക്കൂ. കെട്ടിയപ്പോൾ തന്നെ എന്റെ വയറിന്റെ വ്യാപ്തി കുറഞ്ഞു. അതാണ് സോനാ ബെൽറ്റ്. ഓക്കെ, ഇത്രയാണ് സംഭവം. ഇത് ചെയ്യണോ സുരാജ്? ഞാൻ അല്ല ശരിക്കും ഇതൊക്കെ വേണം. ഇതിപ്പോ ആൾക്കാർക്ക് അത്രയും വയറൊന്നും ഇല്ലല്ലോ. ഇല്ല, കാരണം നേരത്തെ മറ്റേ ആള് പറഞ്ഞത് മാതിരി ഇതെല്ലാം കെട്ടിയിട്ട് പിന്നെ ഇപ്പൊ വേറെ മാന്തിയിലെങ്ങാനും ആൾക്കാർ എന്നെ വിളിക്കുന്ന ഒരു പേടിയാണ്. എനിക്ക് അതൊരു പേടിയാണ്. വെറുതെ അല്ല, അങ്ങ് അടുക്കി തരും. അത് അടുക്കി എന്ത് തരും? പൈസയെ. പൈസക്ക് വേണ്ടിട്ട് എന്തിനാ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ്? അല്ല ഇത് കെട്ടിക്കഴിഞ്ഞാൽ വയറ് കുറയില്ല. ഞാനത് അതെ. ചെയ്യണം. വേണമെങ്കിൽ ട്രൈ ചെയ്തൊക്കെ പാവം. അല്ല, പൊതുവെ പരസ്യക്കാര് പരസ്യം ചെയ്യുന്നവരൊന്നും വയറൊന്നും ഉണ്ടായിട്ടല്ലോ ചെയ്യുന്നത്. തീർച്ചയായും. അല്ലേ? അപ്പൊ ഞാനിങ്ങനെ കമ്പനി തന്നെ അങ്ങ് എഴുതി തന്നേക്കാം. വയറുള്ളതാക്കി അതെ, പേര് എനിക്ക് തോന്നുന്നു പറ്റിയ പേരാ, സോനാ ബെൽറ്റ്. കമ്പനിയൊക്കെ സ്വന്തമായിട്ട് റേസ് അതെ ചെയ്യാം. അതെ അതെ. അപ്പൊ എന്തായാലും വയറ് നമുക്ക് ഇപ്പൊ എനിക്ക് ആക്ച്വലി ആലില പോലെ ഇരിക്കുന്ന വയറാണ്. പക്ഷേ അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ വയറിങ്ങനെ കാണിച്ചിട്ട് എന്താ പറഞ്ഞത്? പരസ്യം പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞ. ഇതാ നോക്കൂ, സോനാ ബെൽറ്റ്. എന്റെ വയറിന്റെ വ്യാപ്തി നോക്കൂ. സോനാ ബെൽറ്റ് കിട്ടിയപ്പോൾ അപ്പോൾ തന്നെ കുറഞ്ഞിരിക്കുന്നു. സോനാ ബെൽറ്റ് നിങ്ങളും ഉപയോഗിക്കൂ. സോനാ ബെൽറ്റ്. സോനാ ബെൽറ്റ് കെട്ടിക്കഴിഞ്ഞാൽ വയറ് കുറയില്ല, പക്ഷെ പോക്കറ്റിന്റെ കനം കുറയും. സുരാജ് അങ്ങനെയൊന്നും പറയാതെ. സുരാജ് വേണമെന്ന് അഭിനയിച്ചോളൂ. എനിക്ക് അഭിനയിക്കാൻ ഒന്ന് അഭിനയിച്ചോളൂ. എനിക്ക് അഭിനയിക്കാതെ തന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അഭിനയിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആര് ചോദിച്ചാലും സുരാജിന്റെ വയറ്റിലുണ്ടെന്നേ പറയാവൂ. അതല്ലെന്ന് എനിക്ക് വയറ്റിലുണ്ടെന്ന്. സോനാ ബെൽറ്റ് വയറ്റിൽ കെട്ടിയിട്ടുണ്ടെന്നേ പറയാവൂ. നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ വേദിയിൽ നിൽക്കുമ്പോൾ പേഴ്സണാലിറ്റി അല്ലേ നിൽക്കുന്നത്. അപ്പൊ ഒരു ഗെറ്റപ്പ് ഒക്കെ ഇല്ലേ? അപ്പൊ അകത്ത് സോനാ ബെൽറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു വെയിറ്റ് അല്ലേ വയറ്റില്. സോനാ ബെൽറ്റ് കെട്ടിയില്ലെങ്കിലും വയറ് കുറയുവേ. അല്ലെ ഇതിനെയൊക്കെ നിങ്ങളെയൊക്കെ ഇതുപോലുള്ള ബിസിനസ് പിടിക്കാൻ എത്തിയ നിങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞയച്ച മെയിൻ ആളുണ്ടല്ലോ, ഇതിന്റെ ഹെഡ്, ഈ സോനയുടെ നമ്മുടെ മുതലാളി, അദ്ദേഹത്തിനാണ് പിടിച്ച് ഇടി കൊടുക്കാനുള്ളത്. അദ്ദേഹം ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? വന്നോ? ഒന്ന് അങ്ങോട്ട് കയറി വരാൻ പറ. അയ്യോ അത് പാടായിരിക്കും. അതെ, ആ ഗുഹയില്ലേ, അതിലൂടെ വരൂല മുതലാളി. ഇത്ര വയറും ഇത്ര മണ്ണും ഉണ്ട്. സോനാ ബെൽറ്റിന്റെ കമ്പനിക്കാരന്റെ അവസ്ഥയാ. ഓക്കെ, അറിഞ്ഞു കൊല്ലുന്നതിന് മുമ്പ് കയറി പോണം. അപ്പൊ സോനാ ബെൽറ്റ് വേണ്ടേ? ഒരു കാര്യം ചെയ്യാം. എന്നാ ഇതിന്റെ 3 ഇരട്ടിയുള്ള സോനാ ബെൽറ്റ് കൊണ്ട് ഞാൻ എന്റെ മുതലാളിക്ക് കെട്ടിക്കൊടുക്കും. എന്നിട്ട് മുതലാളിയുടെ വണ്ണം കുറിച്ചിട്ട് ഞാൻ വരും. സോനാ 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 സോനാ. സോന, ഇനി എന്താണ് വേണ്ടത്? മിമിക്രി കേൾക്കണം. എനിക്ക് ചിരിക്കണം സുരാജ്, ഓക്കെ, ചിരിക്കല്ല, നമ്മള് അത്ഭുതത്തിന്റെ മുൾമുനയിൽ നിർത്താൻ പോകുന്ന ഒരു കലാകാരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു മിമിക്രി കലാകാരനാണ്. എന്താ പേര്? എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. രഞ്ജിത്ത്. ഈ രഞ്ജിത്ത് കുറച്ച് നേരത്തെ വന്നിട്ട് ചേട്ടാ ഞാൻ മിമിക്രി അവതരിപ്പിക്കും, മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. വളരെ സന്തോഷം തോന്നി. 1-2 ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇത്രയും ഡിറ്റോ വോയിസ് ഈ അടുത്ത സമയത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അത് നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ആദ്യം നമ്മുടെ അജു വർഗീസിന്റെ ശബ്ദം. ഓക്കെ, കറക്റ്റ് ആണെങ്കിൽ കൈയടിക്കണം. എന്റെ പൊന്നു മാമച്ചനോട് ഞാനൊരു 150 തവണ പറഞ്ഞില്ലേ, ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് എന്ന്. അതെ, ഇത് ഞാൻ ഗോവയ്ക്ക് പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാശ. ഇവിത്തേന്ന് ഞാനൊരു 10 പൈസ തരൂല മോനെ. ബ്ലഡി ഫുൾ. ഡിറ്റോ വോയിസ് അല്ലേ? ഇനി അടുത്ത്
അടുത്തത് ധർമ്മജൻ. ധർമ്മജൻ. ധർമ്മജന്റെ വോയിസ് ആരും ചെയ്തിട്ടില്ല അല്ലേ? ആരും ചെയ്തിട്ടില്ല. ധർമ്മജന്റെ വോയിസ് വെറൈറ്റി ഇതാണ്. പാപ്പിച്ചായ അമ്മച്ചി പറഞ്ഞേ അപ്പച്ചനും പാപ്പിച്ചായന്റെ കണ്ടിച്ചമ്പില്ലേ കംപ്ലീറ്റിങ് എത്തിക്കളെന്ന് പറഞ്ഞു. എന്റെ പൊന്നും മുകേഷ് ഏട്ടാ ഈ നിൽക്കുന്ന പിഷാരടിക്കണ്ടല്ല, ഈ പറഞ്ഞ പൊക്കവും കൊണ്ടിട്ട് മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല. മുകേഷ് ഏട്ടൻ്റെ കാര്യം അറിയോ? ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കംപ്ലീറ്റ് എന്നെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അവർ മുന്നിൽ ചെന്നപ്പോ അവര് പറയണേ ദൈവമേ നീ പിന്നെ വന്നാന്ന്. ഇനി ആരെയാണ് വെറൈറ്റി? അടുത്തൊരു സീരിയൽ താരമാണ്. സീരിയൽ താരം തട്ടിമുട്ടിയും എന്ന സീരിയലിലെ അർജുനേട്ടനെ അതിഗംഭീരമാക്കിയ നമ്മുടെ ജയേട്ടൻ. മോഹനവല്ലി അമ്മ അർജന്റീനയുടെ ഫ്ലെക്സിന്റെ താഴെ അമ്മയുടെ പടം വെക്കാന്ന് പറഞ്ഞമ്മേ. നല്ലതല്ലേ അമ്മേ? മോഹനവല്ലി അല്ലെങ്കിൽ വേണ്ട, അമ്മയാ നല്ലത്. അമ്മയുടെ കിടപ്പ് കണ്ടോ, കന്നുകാലി വരുന്ന പോലെ. മോഹനവല്ലി ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ. ഇനിയുണ്ട്. അടുത്തേതാ? ഇത് പ്രേമം സിനിമയിലെ വിമൽ സാർ, വിനയ് ഫോർട്ട്. വിനയ് ഫോർട്ട്. ജാവ സിമ്പിൾ ആണ് പവർഫുൾ. ജാവ ഭയങ്കര പവർഫുൾ ആണ് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ പറയണം. ഇത് റോബസ്റ്റ പഴമല്ല. റോബസ്റ്റ നമ്മൾ 21ാമത്തെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കൂടുതലായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് ആ ടോപ്പിക്ക് വിടാം. ഓക്കെ. ഇനി അടുത്തത് ഈ ചാന്ത് പൊട്ടുന്ന സിനിമയിലെ ഇന്ദ്രജിത്ത്, കൊമ്പൻ കുമാരൻ എന്ന ക്യാരക്ടർ. തനിക്കെന്നെ മനസ്സിലായ? എങ്ങനെ മനസ്സിലാകാനാ? ഒരിക്കൽ തന്റെ പരാക്രമത്തിൽ ചത്തുപോയില്ലേ അതെന്റെ അച്ഛനാ. തനിക്കറിയാവാ, അച്ഛൻ മരിച്ചാൽ പിന്നെ ഞങ്ങ പട്ടിണിയായിരുന്നു. പട്ടിണിയെന്ന് വെച്ചാ പട്ടിണി. അത് സഹിക്കാൻ പറ്റാതെ എൻ്റെ അമ്മ ഒരു വരത്തൻ്റെ കൂടെ പൊറുതിക്ക് പോയി. എന്നിട്ടും കുമാരനെ തുറവിട്ട് പോയില്ല. എന്തിനാണെന്നറിയാവാ? തൻ്റെ മുമ്പിൽ ഇതുപോലെ വന്നൊന്ന് നിൽക്കാൻ. വള്ളത്തേന്ന് മീമാരിയും തമ്മിൽ തല്ലി അങ്ങോട്ട് വളർന്നു. ഞാൻ അറിയാതെ എൻ്റെ കുറുമ്പും അങ്ങോട്ട് വളർന്നു. ഇപ്പം നാട്ടുകാർ വിളിക്കുന്നത് കൊമ്പൻകുമാരാന്ന്. എന്നോട് കളിക്കുന്നതേ സൂക്ഷിച്ചൊക്കെ വേണം. ആ ചെല്ല്. ഇത്രയും ഡയലോഗ് ഇന്ദ്രജിത്തിന് പോലും കാണാതെ അറിയുമെന്ന് എനിക്കറിയില്ല. അടുത്തത് പിന്നെ കർഷക മന്ത്രാലയത്തിന്റെ പരസ്യം ചെയ്തിരുന്ന ഒരു കർഷക മന്ത്രാലയത്തിന്റെ പരസ്യം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ആ പരസ്യവും ഡബ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ഗോപൻ ചേട്ടനാണ് ആ ശബ്ദത്തിനുടമ. ആ പരസ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ ചിരിക്കും. റെഡി? രാജു, ഈയിടെയായി നിന്നെ നെൽപ്പാടത്തേക്ക് കാണുന്നതേ ഇല്ലല്ലോ. ഗോപാല, കേന്ദ്ര സർക്കാർ കർഷകർക്കായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന കർഷക ബന്ധു കാർഡ് വാങ്ങിക്കുവാൻ പോയതാണു ഞാൻ. ഓഹോ, അങ്ങനെയോ? ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഗോപാല, ടോൾ ഫ്രീ നമ്പറായ 11047443 എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യൂ. ഇതെല്ലാം വലിയ ചിലവുള്ള കാര്യമല്ലേ? ഹഹാഹാ, ഗോപാല, ഇത് തികച്ചും സൗജന്യമാണ്. അടിപൊളിയായിരുന്നു. ഞാൻ ഈ 2016 ആദ്യമായിട്ട് കണ്ട ഒരു മിമിക്രി പ്രകടനമായിരുന്നു. രഞ്ജിത്തിനപ്പം നല്ലൊരു കൈയടിയില്ല. താങ്ക് യു രഞ്ജിത്ത്. സോണ, ഇനി അശ്വതി റൗണ്ടാണ്. കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും, അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയണം. കറി വെക്കാൻ പറ്റിയ സ്ഥലം ഏതാണ്? കറി വയ്ക്കാൻ പറ്റിയ സ്ഥലം അടുക്കള എന്ന് പറയരുത്, അങ്ങനത്തെ ചോദ്യമല്ല. ഈ സ്ഥലത്തിന്റെ പേര് നമ്മൾ കറി വെക്കുന്ന ഒരു സംഭവമാണ്. കറി വെക്കാൻ പറ്റിയ ഒരു സ്ഥലം. കറി വെക്കാൻ പറ്റിയ സ്ഥലം. ഈ കറിയുടെ പേരെന്താണ്? അടുപ്പ്. ഈ കറി കൊണ്ട് പലതും വെക്കാം. പ്രത്യേകിച്ച് പച്ചക്കറി. അങ്ങനെയല്ല, പച്ചക്കറി പേരിലുള്ള സ്ഥലമില്ലല്ലോ. ഓക്കെ. കാരയ്ക്ക മണ്ഡപം. കറി വെക്കാൻ പറ്റിയ ഒരു സ്ഥലം അല്ലേ? കറി വെക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഈ സ്ഥലത്തിന്റെ പേര് അങ്ങനത്തെ ഒരു പേരാണ്. കറി വെക്കാൻ പറ്റുന്ന ഒരു സാധനത്തിന്റെ പേരാണ് ഈ കറി. ഈ കറി ചേട്ടാ ചോറിന്റെ കൂടെ കഴിക്കുന്ന കൂട്ടാൻ. കറി വെക്കാൻ പറ്റിയ ഒരു സാധനം അല്ലേ? സ്ഥലം. കറി വെക്കാൻ പറ്റിയ സ്ഥലം. കാരറ്റ്. നമ്മുടെ അവിടെ ഉണ്ട് കാരറ്റ്. കുമ്പളങ്ങ. ക്യാരറ്റല്ലേ? കുമ്പളങ്ങി അല്ലേ? എഴുതുമ്പോ കാര്യറ്റൊന്നല്ലേ എഴുതുന്നത്? അതും ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. അതെന്താ ഇയാൾ എഴുതിക്കൊണ്ടുവരുന്നത് മാത്രമേ കറക്റ്റ് ആയിട്ട് പറയൂ. ക്യാരറ്റ് അല്ല. ഒരു പക്ഷേ നിങ്ങൾ ആ സ്ഥലത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞുതരാം. കോട്ടയത്തുള്ള സ്ഥലമാണ്. സ്ഥലത്തിന്റെ പേരാണ് പരിപ്പ്.
കുടുംബത്തുള്ള പേരുകളെല്ലാം എഴുതിക്കൊണ്ട് വന്നിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു. പരിപ്പെന്ന്. അതങ്ങനെ ഒരു സ്ഥലമല്ലേ? കോട്ടയത്തുള്ളൊരു സ്ഥലപ്പേരാണ് ആ അത് എനിക്ക് തോന്നുന്നു പാല ഇവരുടെ വീടിന്റെ സൈഡ് പരിപ്പ് സാമ്പാർ അവിയൽ എന്നൊക്കെ സ്ഥലപ്പേര്. സുരാജ് അത് തിരുവനന്തപുരം കാര്യോട് ചോദിച്ചിട്ട് കാര്യമില്ല. അതെ അത് അത് ആ എന്നോടും question ചോദിച്ചിട്ട് മാറ്റിയിട്ട് വേറെ question ഞാനതൊരു കേരളീയർ എന്നുള്ള നിലയിലാണ് നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾ തിരുവനന്തപുരം മാത്രം ഒരു സംസ്ഥാനം പരിപ്പ് നല്ല സ്ഥലമാണ് എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. കോട്ടയം അടുത്താണ് അല്ലേ? ആ. അതിന്റെ ഇപ്പുറത്തെ സാമ്പാർ. ശരി. ഈ ചോദ്യം എന്തായാലും സുരാജേട്ടനെ സഹായിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. മേടിച്ചതിനേക്കാളും കൂടുതൽ വിലക്ക് വിൽക്കുന്ന ഒരു സർക്കാർ സാധനം ഏതാണ്? മദ്യം. അതെന്താ മദ്യം എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ നോക്കിയത്? ഉത്തരം പറഞ്ഞാൽ അങ്ങനെ അടിപൊളി എത്ര എടുത്തു ചാടി പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. Correct ഇതുമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയണം. ഇത് നമ്മളിങ്ങനെ മേടിച്ചതിനെ കഴിഞ്ഞ് കൂടുതൽ വിലക്ക് വിൽക്കുന്നതാ. മിലിറ്ററി. മിലിറ്ററി. ഞാൻ പെട്ടെന്ന് മിലിറ്ററി സാധനം. എന്റെ അപ്പൂപ്പനെ ഓർത്തു ഞാൻ പെട്ടെന്ന്. ശരി, ഒരു ചോദ്യം കൂടെ. സ്വന്തം പേര് നല്ല ധൈര്യത്തിൽ പറയുന്ന ഒരു പലഹാരം. സ്വന്തം പേര് ആ നെയ്യപ്പം. അങ്ങനെ എന്ത് പറയുകയാണെങ്കിലും നമുക്ക് പറയാം. പക്ഷെ ഈ പലഹാരത്തിന്റെ പേര് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറപ്പിച്ചുള്ള ഒരു പറച്ചിലാണ്. ഇതാണ് സംഭവം, ഉറപ്പാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരു പലഹാരം, ഒരു സ്നാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഉണ്ണിയപ്പ. ഉണ്ണിയപ്പ എന്നൊക്കെ പറയുമ്പോ ഒരു ബലമില്ലല്ലോ അതിന്. പിന്നെ ചേട്ടൻ നല്ല കട്ടക്കിരുന്ന് പറയുന്നത്. എടോ കൊഴുക്കട്ട നല്ല ഇതല്ലേ? അതൊന്നുമല്ല. ഇലയപ്പം. എന്റെ പരിപ്പ് വടയോ? ആ അതുമായിട്ട് എന്തോ അടുത്ത് വന്നിട്ടുണ്ട്. പരിപ്പ് വടയായിട്ട് എന്തോ അടുത്ത് വന്നിട്ടുണ്ട്. ഇല്ല, ആ കാറ്റഗറിയിലുള്ള പരിപ്പ് വട, പക്കാവട. 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 ഓ നല്ല വട എന്ന് പറയുന്നത് അല്ലേ? പക്കാവട. പക്കാവട, പരിപ്പ് വട, പക്കാവട. ഞങ്ങളുടെ വയലിൽ ചടവട. ഇത് എവിടെന്നാ ഇങ്ങനെ ഇത് കൊണ്ടുവരുന്നത്? അത് ഇത് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ഉണ്ട് ഇവിടെ. ദുബായ് ഈ പേപ്പർ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ദുബായിൽ നിന്നൊക്കെ അങ്ങനെ കർഷതി കംപ്ലീറ്റ് അവിടെ നിന്ന് കൊണ്ടുവരാം. ഇവിടെ ചിലർ വന്ന സമയത്ത് നമ്മൾ ബോളിവുഡിൽ അഭിനയിക്കാൻ പോയ എക്സ്പീരിയൻസിനെ കുറിച്ചും ഹിന്ദി സംസാരിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഇതൊരു പരീക്ഷണമാണ് സുരാജേട്ടാ. നമ്മുടെ മലയാളത്തിലെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഡയലോഗുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, അത് ഹിന്ദിയിൽ പറയാം. ഞാൻ ഹിന്ദിയിൽ അഭിനയിച്ചിട്ടേ ഇല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ ചുമ്മാ. ഏറ്റവും കൂടുതൽ ഹിന്ദി സിനിമയിൽ അഭിനയിച്ച മലയാളി ആക്ട്രസ് എന്നുള്ള രീതിയിൽ ഇത് പറഞ്ഞേ പറ്റൂ. ഇത് പറഞ്ഞേ പറ്റൂ. ആദ്യം വെണ്ടയ്ക്കക്ഷരത്തിൽ പറഞ്ഞു പോയി നമ്മൾ. മല, മല, കുഞ്ഞിന്റെ പേര് മല. മണിയമ്പിള്ള രാജുചേട്ടൻ പറഞ്ഞ ഡയലോഗാണത് ഒരു പടത്തില്. മല, മല, കുഞ്ഞിന്റെ പേര് മല. അതിന് ഹിന്ദിയിലോട്ട് പെട്ടെന്ന് ഇതേ പഹാഡ്, പഹാഡ്, ബച്ചക്ക നാം പഹാഡ്. കറക്റ്റാണോ? കറക്റ്റാണോ? കറക്റ്റാണോ എന്ന് ചോദിച്ചത് ഫ്രണ്ട് ഇരുന്ന് ഇന്ന് മലയാളി ഓഡിയൻസിന് കിട്ടില്ല, ഫുൾ ബംഗാളികളാണ്. ഒരു ചെറിയൊരു പരീക്ഷണം കൂടി ഉള്ളു കേട്ടോ. നെട്ടൂരാനോടാണോടാ നിന്റെ കളി, അത് ഹിന്ദിയിൽ പറയണം. അത് ഹിന്ദിയിൽ പറയുന്നതിന് മുമ്പ് ഈ മലയാളത്തിൽ തന്നെ നിർത്താതെ ഒരു 5 തവണ ഒന്ന് പറഞ്ഞാൽ. നെട്ടൂരാനോടാണോടാ കളി, നെട്ടൂരാനോടാണോടാ കളി, നെട്ടൂരാനോടാണോടാ കളി, നെട്ടൂരാനോടാണോടാ കളി, നെട്ടൂരാനോടാണോടാ കളി. ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി. ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി, ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി, ഈ എന്നോടാണോ സുരാജേട്ടന്റെ കളി. എന്നാ ഇനി ഹിന്ദിയിൽ മലയാളത്തില് നെട്ടൂരാനോടാണോടാ, ഈ നെട്ടൂരാനോടാണോടാ, ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി, ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി, ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി, ഈ നെട്ടൂരാണോ. ശരി, ഇത് ഹിന്ദിയിലെങ്കിലും പറയില്ല. നെട്ടൂരാൻ കി സാത്ത് തുമാരെ കേൾ. നെട്ടൂരാനോടാണോടാ നിന്റെ കളി, നിന്റെ കളി. നെട്ടൂരാൻ കി സാത്ത് തുമാരെ കേൾ. അപ്പൊ ഇത്രേ ഉള്ളൂ, സിമ്പിൾ. കഴിഞ്ഞു. കഴിഞ്ഞോ? ആഹാ, വലുതെന്തോ വരാനിരിക്കാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ സോണ നായരും എത്തി. ശരിക്കും നമ്മൾ ഒരുപാട് സന്തോഷമാണ്, നിറഞ്ഞ മനസ്സോടുകൂടി. ഇനി ഹിന്ദിയിലൊക്കെ നല്ല വേഷങ്ങൾ ചെയ്തു. അപ്പോൾ ഇനി മലയാളത്തിലും ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങൾ താങ്കളുടെ ലൈഫിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഡാൻസും അസലായിരുന്നു. ആദ്യത്തെ തുടക്കം ഗംഭീരായിരുന്നു. പിന്നെ നല്ല സുന്ദരിയായിട്ടുണ്ട്. ഇത് എന്ന് കാണുമ്പോഴും ഇതുപോലെ തന്നെ നല്ല സുന്ദരിയായിട്ട്
ഉദയേട്ടനോടൊപ്പം പിന്നെ എന്താ നീണാൾ വാഴട്ടെ. നീണാൾ വാഴട്ടെ എന്ന് ആശംസിക്കുന്നു. ഉദയേട്ടനോട് പ്രത്യേക അന്വേഷണം അറിയിക്കും. തീർച്ചയായിട്ടും പറയൂ, എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രമാണിച്ചു ആദ്യമായിട്ട് തന്നെ എൻ്റെ പുതുവത്സര ആശംസകൾ എല്ലാവർക്കും. പിന്നെ ശരിക്കും പറഞ്ഞാൽ കോമഡി ഒരു തരംഗത്തിൽ മറ്റൊരു തരംഗം സൃഷ്ടിച്ച ഒരു പ്രത്യേക പ്രോഗ്രാമാണിത്. കാരണം എന്ന് വെച്ചാൽ കോമഡി താരങ്ങളിൽ നിന്നും രാജാവാണ് എന്ന് അറിയപ്പെടുകയും അത്തരത്തിലുള്ള ഒരു വ്യക്തി എന്താ പറയുക ലീഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം, പ്ലസ് ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ സന്തോഷാനുഭവങ്ങളും ദുഃഖങ്ങളും എല്ലാം പങ്കുവയ്ക്കപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ അവരെ ചിരിപ്പിച്ച് മടക്കി അയക്കുകയും ചെയ്യുന്നു. അത് എനിക്ക് തോന്നുന്നു മറ്റൊരു ചാനൽസിൽ ഞാൻ കണ്ടിട്ടില്ല. അത് ശരിക്കും ഫ്ലവേഴ്സിന് മാത്രം സ്വന്തം. എന്തായാലും വളരെ സന്തോഷം. ഇത്തരത്തിൽ സുരാജിനെ ഇടയ്ക്ക് ഞങ്ങൾ സിനിമകളുടെ ഇടയിൽ കാണാറുള്ളൂ. എൻ്റെ ഇവൻ അശ്വതി രണ്ടുപേരും നല്ല റാപ്പുമാണ്. ഞാൻ എല്ലാം മിക്കവാറും വർക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത്, കാരണം ഫ്ലവേഴ്സിന്റെ അത് ഏത് പ്രോഗ്രാമും റിപ്പീറ്റിംഗ് ഞങ്ങൾ പ്രാർത്ഥിക്കണോ ഇനി എന്നും ഈ പരിപാടി കാണാനുള്ള അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അത് വേണ്ടല്ലോ. അങ്ങനെയല്ല ഞാൻ മനസ്സിലാ നമ്മൾ വർക്കിന് പോകുമ്പോൾ കാണാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ഒരു പ്ലസ് എന്ന് വെച്ചാൽ റിപ്പീറ്റ്. അതല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ കാണും. അതെന്റെ ഒരു ഹോബിയാണ്. പ്ലസ് എപ്പോഴും ഏത് പ്രോഗ്രാം കാണുമെന്ന് തോന്നിയാലും അപ്പം നമുക്കൊരു യൂട്യൂബും കൂടെ ഉള്ളതുകൊണ്ട് അത് കാണും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം ഒരു എപ്പിസോഡ്സും എനിക്ക് തോന്നുന്നു മിസ് ചെയ്തിട്ടില്ല. കാരണം എല്ലാം ഒന്നിനൊന്നിന് ഗംഭീരമാണ്. എല്ലാവിധ ആശംസകളും ഫ്ലവേഴ്സ് ചാനലിന്, പ്രത്യേകിച്ച് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച് കുറച്ച് നേരം എൻ്റെ അനുഭവങ്ങൾ ആസ്വദിച്ച എല്ലാവർക്കും അതിനേക്ക് വേണ്ടിയിട്ട് ഞാൻ നന്ദി ആദ്യം ഫ്ലവേഴ്സ് ചാനലിലെ എല്ലാവരോടും ഞാൻ പറയാണ്. താങ്ക് യു സോ മച്ച്. സോന നായർക്ക് 2016 നന്മകൾ മാത്രം നിറഞ്ഞ ഒരു വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു. കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ ഈ ചിരി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലും കൂടുതൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ വീണ്ടും നാളെ കാണാം എന്ന ശുഭപ്രതീക്ഷയോടും കൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.